ചങ്ങായി ആ ചാടിക്കാൻ പോണ്ടേ പോണോ സമയം എത്രയായി സമയം 4 4 അപ്പം വാ ചാടിക്കാൻ പോവാം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരം ചായക്കുള്ള പുതിയൊരു റെസിപ്പിയാണ് ചിക്കൻ ബോംബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ ബോംബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. വാ. ഇതിലേക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ: വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, മുട്ട, മല്ലിച്ചപ്പ്, കസ്തൂരിമേത്തി, കറിയില, കടലപ്പൊടി, ചിക്കൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ആവശ്യമായി വരുന്നത്. ഇത് എത്രയാണ് അളവ് എന്നത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്തുകൊണ്ട് ഫ്രൈ പാനിലാണ് ചെയ്യുന്നത്. ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ചേർക്കേണ്ടത് ഉള്ളിയാണ്. ഉള്ളിയെല്ലാം ഇട്ടതിന് ശേഷം നന്നായി വഴറ്റുക. ഏകദേശം 3 മിനിറ്റ് 4 സമയം നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. കാരണം ചിക്കൻ വേവിച്ചതാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഉപ്പ് ചേർത്തത് കൊണ്ട് ചെറിയൊരു ഉപ്പാണ് ഉള്ളിക്ക് വേണ്ടത്. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള പച്ച മസാല, കറിയില, കസ്തൂരിമേത്തി എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. എല്ലാം നല്ലതായ രീതിയിൽ യോജിക്കും വരെ നല്ലതായ രീതിയിൽ ഇളക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനും മസാലയും നല്ലതായ രീതിയിൽ യോജിക്കുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഇനി ഇതിലേക്ക് അവസാനമായി ചേർക്കേണ്ടത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഇതുപോലുള്ള ഒരു ബോളിലേക്ക് നമുക്ക് ഈ മസാല മാറ്റാം. ഇനി ഇതിലേക്ക് കടലപ്പൊടി, മുട്ടയും കൂടി ആഡ് ചെയ്യാം. ആ സമയത്ത് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. തേഞ്ഞില്ലെങ്കിൽ ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതായ രീതിയിൽ. ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ എണ്ണ ചൂടാവാൻ വെക്കേണ്ടതുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. എണ്ണ ചൂടായ സമയത്ത് 5 6 ആകുമ്പോൾ ഇതിനെ എണ്ണയിലിട്ടെടുക്കാം. കാരണം ഇത് ഒടിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എല്ലാം ഒന്നിച്ച്
ഉരുട്ടി എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. 5 6 ആകുമ്പോൾ നമുക്ക് എണ്ണയിലിട്ട് എടുക്കാം. ഒരു 3-4 മിനിറ്റ് മാത്രമേ എണ്ണയിലിട്ട് വെക്കേണ്ടതുള്ളൂ. കാരണം ചിക്കനൊക്കെ നമുക്ക് ഓൾറെഡി വേവിച്ചതാണ്. 4 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. വൈകുന്നേരത്തെ 4 മണി ചായക്കുള്ള ചിക്കൻ ബോംബ് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇനി ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കൻ ബോംബ് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കെച്ചപ്പ് മാത്രമാണ് എടുത്തിട്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മൈനസും എടുക്കുന്നതിന് പ്രശ്നമില്ല. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മാഷാഅല്ലാഹ്, നല്ല ഒരു ടേസ്റ്റാണ്. ഇത് ഒന്നൊന്നും നമുക്ക് കഴിച്ച് മതിയാവില്ല. 2 3 ഒക്കെ കഴിക്കേണ്ടി വരും ഇത് കഴിച്ചാൽ. അപ്പോൾ നിങ്ങൾ മസ്റ്റായി ഇതൊന്ന് നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്യണം. വൈകുന്നേരത്തെ ചായക്ക് ഇത് സൂപ്പറായിരിക്കും. സൂപ്പറായിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.